ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ഡോൺ എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോളിൽ ഒരു എയർ ഡ്രോപ്പിനെ കുറിച്ചാണ്. സോ ഈ എയർ ഡ്രോപ്പിൽ നിങ്ങൾക്ക് അധികം ആക്ടിവിറ്റി ഒന്നും ചെയ്യാനില്ല. ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ PC ഫുൾ ടൈം ഓൺ ആക്കി വയ്ക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു ഒഴിവുള്ള ഏതെങ്കിലും ഒരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിലും അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും ഈ ഒരു എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. മൊബൈലിലായാലും PC-യിലായാലും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. വെറുതെ നിങ്ങളുടെ കയ്യിലുള്ള ആവശ്യമില്ലാത്ത നെറ്റ് അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത നെറ്റ് എന്ത് ചെയ്യുക? ഷെയർ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് ആണ് പിന്നീട് ഇതിന് വൺസ് ഇതൊരു ടോക്കൺ ആയിട്ട് ഇറങ്ങുമ്പോൾ ആ പോയിന്റ്സിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ടോക്കൺ കിട്ടുന്നതായിരിക്കും. അത്ര വളരെ എളുപ്പമുള്ള എയർ ഡ്രോപ്പാണ്. വേറെ ഒരു ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലൊരു ഏതെങ്കിലും ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഫോൺ എപ്പോഴെങ്കിലും ഫുൾ ടൈം അവൈലബിൾ ആയിട്ട് വീട്ടിലുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഇതിനെ ഓപ്പൺ ആക്കി വെക്കാം, 24 മണിക്കൂർ ഓപ്പൺ ആക്കി വെക്കാം എന്നുണ്ടെങ്കിൽ ഈ എയർ ഡ്രോപ്പ് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇതൊരു എക്സ്റ്റൻഷനാണ് ഓപ്പൺ ആക്കി വെക്കുന്നത്, അല്ല ഒരു സൈറ്റ് അല്ല. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സാധാരണ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ വാലറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യണം. ആ എക്സ്റ്റൻഷൻ ഡൗൺലോഡിന് ശേഷം അതിലൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. അക്കൗണ്ടിന് ശേഷം ഇതെല്ലാം കാണിച്ചു തരാം. അതിനുശേഷം ആ എക്സ്റ്റൻഷൻ എപ്പോഴും ഓണാക്കി വെക്കണം. ഓണാക്കി വെക്കൊണ്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ ആവശ്യമില്ലാത്ത നെറ്റ് എന്ത് ചെയ്യും? അതിലൂടെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഒരു പോയിന്റ്സ് കാണിച്ചത് കാണാൻ പറ്റും. സോ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും $18 മില്യൺ ഏകദേശം ഇതുവരെ റേസ് ചെയ്തിട്ടുണ്ട് ഈ പ്രോജക്റ്റ്. സോ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ക്രോമിൽ പോവുക. ക്രോം സ്റ്റോറിൽ പോയതിന് ശേഷം ഇവിടെ നമുക്ക് ഡോൺ വാലിഡേറ്റർ ക്രോം എസൻസ് സെർച്ച് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിനുശേഷം അത് ആഡ് ടു ക്രോം എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ആഡ് ടു എക്സ്റ്റൻഷൻ കാണാൻ പറ്റും. അപ്പോൾ ആഡ് ടു എക്സ്റ്റൻഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് എക്സ്റ്റൻഷൻ വേണമെങ്കിൽ ഇവിടെ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഇവിടെ പിൻ ഒന്ന് കാണാൻ പറ്റും. ആ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡോൺ ഇവിടെ പിന്നായി കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഡോൺ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ വെൽക്കം മെസ്സേജ് കാണാൻ പറ്റും. കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഒരു അക്കൗണ്ട് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഡോൺ ഹാൻ അക്കൗണ്ട് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നെയിം അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ക്രിപ്റ്റോ മങ്കി എന്ന് അടിച്ചു കൊടുക്കുന്നു. എൻ്റെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക. ഇമെയിൽ ഐ ഡി എടുത്തു. പിന്നെ ഒരു പാസ്വേഡ് സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ റെഫറൽ കോഡ് വെച്ചിട്ടുണ്ടാവും. അപ്പം എൻ്റെ റെഫറൽ കോഡ് ഓൾറെഡി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആ റെഫറൽ കോഡ് അവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഇവിടെ ഒരു ക്യാപ്ച അടിച്ചു കൊടുക്കണം. ആ ക്യാപ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആൻസർ 9 - 8 1 കൊടുക്കുക. അതിനുശേഷം എന്ത് റെഫറൽ കോഡ് നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിലോട്ട് ഒരു മെയിൽ വരും. അപ്പോൾ അത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വീണ്ടും ഡോണിൻ്റെ എക്സ്റ്റൻഷൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് അടിച്ചു കൊടുക്കുക. നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കിയ ഇമെയിൽ ഐ ഡി പാസ്വേഡ്. അതിനുശേഷം ഇവിടെ ക്യാപ്ച ഫില്ല് ചെയ്യുക. ലോഗിൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന റിവാർഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണക്ഷൻ സ്റ്റാറ്റസും എത്ര കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ക്വാളിറ്റിയും കാണാൻ പറ്റും. 40% എനിക്ക് ക്വാളിറ്റി ഉണ്ട് എൻ്റെ കണക്ഷൻ്റെ ഇതിൽ. ഇവിടെ ബൂസ്റ്റ് റിവാർഡ്സ് ഒന്നും ഉണ്ടാവും. ബൂസ്റ്റ് റിവാർഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരെ എക്സ് അക്കൗണ്ട്, ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 15,000 പോയിന്റ് കിട്ടും. അത് നിങ്ങൾ വെറുതെ ചെയ്താൽ മതി. എക്സ് അക്കൗണ്ടിന് ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ അവിടെ പോയിട്ട് ഫോളോ ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ കോഡ് റെഫർ ചെയ്താൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പോയിന്റ് കിട്ടുന്നതായിരിക്കും. സോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോയിന്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോൾ പോയാലും നിങ്ങളുടെ ഈ ഒരു ഡോൺ അക്കൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ പോയിന്റ് കിട്ടും. വെറുതെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ തന്നെ എനിക്ക് എന്ത് ചെയ്തു? 5,000 പോയിന്റ്സ് എനിക്ക് കിട്ടി. ഞാനിപ്പോൾ അടുത്ത ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കോഡ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഡിസ്കോഡ് ഓപ്പൺ ആയി വരും. വീണ്ടും ഞാൻ തിരിച്ച് പോയിട്ട് നിങ്ങൾക്ക് ഏത് ടാബിൽ വെച്ചിട്ടായാലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. ബൂസ്റ്റ് റിവാർഡ്സ് വെക്കുന്നു. ലോഡായി കഴിഞ്ഞ് എനിക്ക് 10,000 കിട്ടി. പിന്നെ അടുത്ത ടെലഗ്രാമിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും എക്സ്റ്റൻഷൻ എന്ത് ചെയ്യുക? ഇങ്ങനെ ഓപ്പൺ ആക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓപ്പൺ ആക്കി ഇട്ടാൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ ഏണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള നെറ്റ് യൂസ് ചെയ്തിട്ട്, അത് ഒരുപാട് നെറ്റൊന്നും പോയില്ല, നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് നെറ്റ് മാത്രമേ എടുക്കുള്ളൂ. കാരണം ഒരുപാട് പേരുണ്ട്. ഒരു ഡീസെൻട്രലൈസേഷൻ ആണ്. സോ അങ്ങനെ എടുത്താൽ എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിലുള്ള നെറ്റ് കുറക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റും കൂടി ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ അത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ആരും മിസ്സാക്കാണ്ടിരിക്കുക. അങ്ങനെ ഫോണുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓപ്പൺ ആക്കി വെക്കുക. മൊബൈലിലായാലും എക്സ്റ്റൻഷൻ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ഇപ്പോൾ 24 മണിക്കൂർ ഓൺ ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ മൊബൈലിൽ വേറെ ഏതെങ്കിലും സെപ്പറേറ്റ് സ്ക്രീൻ ഓണോ അങ്ങനെ എന്തെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിൽ, iOS എനിക്ക് അത്ര അറിയില്ല. കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺട്രോൾ പാനലിൽ, ഓൾ കൺട്രോൾ പാനൽ സെറ്റിങ്സിൽ പവർ ഓപ്ഷൻസിൽ വന്നിട്ട് എഡിറ്റ് പ്ലാൻ സെറ്റിങ്സ് എടുത്തിട്ട് ടേൺ ഓഫ് ഡിസ്പ്ലേ ഓൺ ബാറ്ററി ആയാലും എപ്പോഴായാലും അതൊക്കെ എന്ത് ചെയ്യുക? നെവർ കൊടുക്കുക. പ്ലഗ്ഡ് ഇൻ ആയാലും അത് നെവർ കൊടുക്കുക. അതുപോലെ തന്നെ പുട്ട് കമ്പ്യൂട്ടർ ടു സ്ലീപ്പും അതും നെവർ കൊടുക്കുക. അതിനുശേഷം പ്ലഗ്ഡ് ഇൻ ആയാലും അതും നെവർ കൊടുക്കുക. ഇതെല്ലാം കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? സേവ് ചേഞ്ചസ് നിൽക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ഫുൾ ടൈം ഇങ്ങനെ ഓൺ ആയിട്ടിരുന്നോളും. അപ്പോൾ ഈ സെറ്റിങ്സ് കൂടെ എല്ലാവരും ചെയ്യാനായിട്ട് നോക്കുക. എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ലാപ്പ് ഫുൾ ടൈം ഓൺ ആയിരുന്ന ആ ഡോൺ നെറ്റ്വർക്ക് ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ടുകൊണ്ടിരിക്കുകയുള്ളൂ.
അതുപോലെ തന്നെ ഇത് ഇപ്പോൾ അടുത്ത് തന്നെ പെട്ടെന്നൊന്നും ലിസ്റ്റ് ആവില്ല, കുറച്ച് സമയം എടുക്കും. കുറേ നാളെടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ലിസ്റ്റ് ആവുക. സോ അത്ര നേരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം പോയിൻ്റൊക്കെ ഏൺ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഇപ്പോൾ ഇതേ അക്കൗണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ വേറെ ഡിവൈസിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിലും അങ്ങനെ സ്വിച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഡിവൈസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ മൾട്ടിപ്പിൾ ഡിവൈസ് ചെയ്യാം. സെയിം IP-യിൽ ഇപ്പോൾ ഞാനൊരു ബ്രൗസറിൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തു, അതിന് ശേഷം ഞാൻ വീണ്ടും വേറൊരു ബ്രൗസറിൽ പുതിയൊരു അക്കൗണ്ടിൽ പോയിട്ട് ചെയ്താലും സെയിം IP-യിൽ ചിലപ്പോൾ അതൊരു ഇഷ്യൂ ആയിരിക്കും. സോ അതുകൊണ്ട് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് യൂസ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ ഡിവൈസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നുണ്ടെങ്കിൽ സിബിൽ അടിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോൾ വെറുതെ ഇൻവാലിഡായി പോകുന്നതായിരിക്കും. സോ അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് ഓർക്കുന്നു. സോ എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.